Hey guys, welcome back to my YouTube channel. Myself Ravina. So today we are going to talk on a topic how to detect red flags. Okay, this is very serious topic and this should be discussed. Yeah. How to detect red flags? Okay, first reason is that actions don't match words. Okay, they say one thing and does the other thing. Okay, that is very important that we should notice in the first place. Okay, അവർ പറയുന്ന ഒരു കാര്യമായിരിക്കും ചെയ്യുന്നത് വേറൊരു കാര്യമായിരിക്കും. ഓക്കെ, ലൈക്ക് പറയുന്നതല്ലായിരിക്കും ചെയ്യുന്നത്. പറയുമ്പോൾ പറയും ഞാൻ അങ്ങനെ ചെയ്യാം, ഞാൻ ഇങ്ങനെ നിനക്ക് വേണ്ടി ചെയ്യാം, മറ്റേത് മറിച്ചത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു വരാൻ നേരത്തേക്ക് നമ്മളെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റീസൺ. And the second one is they do things even when they know it hurts you. ഓക്കെ, നമുക്ക് വിഷമമാവുന്ന ഒരു കാര്യം അവർ ഒരു വട്ടം ചെയ്തു ആൻഡ് നമ്മളത് പറഞ്ഞു അവരുടെ അടുത്ത് ആൻഡ് എഗെയിൻ അവരത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ദേ ആർ ഡിസ്റെസ്പെക്റ്റിംഗ് യു. ഓക്കെ, അപ്പോൾ അത് അവർ പിന്നെയും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി നെവർ ഹേർട്ട് സംതിങ് വി ലവ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ലൈൻ. ഓക്കെ, സോ ലൈക്ക് അവരത് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈവൻ വെൻ ദേ നോ ഇറ്റ് ഹേർട്സ് യു. ഓക്കെ, യാ. Okay, and the third reason is that they disrespect you in front of other people. That is very important. അതിന് നിന്ന് കൊടുക്കല്ലോ. Okay, honestly I am saying don't tolerate disrespect. Okay, for real I am saying they disrespect you in front of other people. അതായത് നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ഒരു നല്ല പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു നല്ല ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് പേഴ്സണലി പറയും നീ അങ്ങനെ ചെയ്തത് ശരിയായില്ല, നിനക്ക് ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ, അങ്ങനെ അവർ പറയും. അല്ലാണ്ട് ഇന്ന പബ്ലിക്കായിട്ടുള്ളൊരു സ്ഥലത്ത് കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കാൻ നേരത്ത് വെൻ ദേ പുട്ട് ദാറ്റ് ടോപ്പിക് ആൻഡ് ദേ ഡിസ്റെസ്പെക്ട് യു, ഡോണ്ട് ടോളറേറ്റ് ദാറ്റ് ഈസ് വെരി ബാഡ്. ഓക്കെ, അത് നമ്മുടെ സെൽഫ് വർത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യമാണ്. സോ ഡോണ്ട് ടോളറേറ്റ് ഡിസ്റെസ്പെക്ട്. ഓക്കെ, യാ. And the fourth reason is that they point out your mistakes and insecurities in front of other people. നമുക്ക് കുറച്ച് ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മളത് നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്തോ പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ദേ പോയിൻ്റ് ഔട്ട് ഇൻ ഫ്രണ്ട് ഓഫ് അതർ പീപ്പിൾ. ദാറ്റ് ഈസ് വെരി ബാഡ്. മീൻസ് ദാറ്റ് ഈസ് വെരി ബാഡ്. അത് ടോളറേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ദാറ്റ് ഈസ് ലൈക്ക് ദ ബിഗ്ഗസ്റ്റ് റെഡ് ഫ്ലാഗ്. ഓക്കെ, ഡോണ്ട് സ്റ്റേ ഇൻ സച്ച് എ റിലേഷൻഷിപ്പ് ഓർ ഇൻ സച്ച് എ ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിൽക്കല്ലോ ഒരിക്കലും. ഓക്കെ, റൺ girl run. Yeah, ഈച്ച വരുന്നു. യെസ്, യാ. Okay, and the fifth reason is that they say they love you but does everything that hurts you. അവരെപ്പോഴും വാക്കുകളോട് പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഐ വാല്യൂ യു സോ മച്ച്, ബ്ലാ 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 ഷിറ്റ്. ഓക്കെ, പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ദേ ഡസ് എവറിത്തിങ് ദാറ്റ് ഹേർട്സ് യു ആൻഡ് ദെൻ നമ്മളത് പറഞ്ഞിട്ടും ഉണ്ടാവും അത് നമ്മളെ വിഷമപ്പെടുത്തുന്നുണ്ടെന്ന്, എന്നിട്ടും അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പിന്നെ നമുക്ക് വൈ ആർ വി സ്റ്റേയിങ് ഇൻ സച്ച് എ റിലേഷൻഷിപ്പ് ഓർ ഫ്രണ്ട്ഷിപ്പ്? ബിക്കോസ് ദർ ഇസ് നോ യൂസ് ഓഫ് സ്റ്റേയിങ് ഇൻ സച്ച് എ റിലേഷൻഷിപ്പ് ഓർ ലൈക്ക് ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, ബിക്കോസ് ദേ ആർ ക്വസ്റ്റനിങ് യുവർ സെൽഫ് വർത്ത്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി കാൺട്ട് ഹേർട്ട് സംതിങ് ദാറ്റ് വി ലവ്. ഓക്കെ, ഒരിക്കലും നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിനെ നമ്മൾ ഹേർട്ട് ചെയ്തില്ല. അത് അറിഞ്ഞിട്ട് ഓക്കെ വൺ ടൈം ഒരു മിസ്റ്റേക്കാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെയും അത് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ മിസ്റ്റേക്ക്. ഓക്കെ, സോ ഡോണ്ട് സ്റ്റേ ഇൻ സച്ച് എ റിലേഷൻഷിപ്പ് ഓർ ഇൻ എ ഫ്രണ്ട്ഷിപ്പ് ഓർ എനിവെയർ. യാ. And the sixth thing is that trust your intuition. Girl, this is so important. Okay, because നമ്മുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ടാവും ഐ ഷുഡ് നോട്ട് സ്റ്റേ ഇൻ ദിസ് റിലേഷൻഷിപ്പ്, ഐ എം ബീയിങ് ഡിസ്റെസ്പെക്റ്റഡ്, ഞാനിവിടെ നിൽക്കില്ലെന്ന് നമ്മുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ടാവും. പക്ഷേ നമ്മളത് കേൾക്കാണ്ട് നമ്മൾ പിന്നെയും അതിൽ തന്നെ മേ ബി ട്രോമ ബോണ്ടിങ്, അങ്ങനെ ഐ പുട്ട് എ നെക്സ്റ്റ് വീഡിയോ ആണ് ട്രോമ ബോണ്ടിങ്. ഓക്കെ, യാ, എനിവേസ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ഇൻറ്റ്യൂഷൻ കേൾക്കാണ്ട് നമ്മൾ നിൽക്കുകയാണ്. ഡോണ്ട് do that shit. Okay, trust your intuition, give value to your intuition and stay out of that relationship or friendship or anything. Okay, and the seventh reason is that they blame you and play the victim card after doing something that hurts you. Okay, like that is very important. There are some people that's like narcissist behavior. Okay, അവര് നമ്മളെ വിഷമപ്പെടുത്തുന്ന എന്തെങ്കിലും ചെയ്തു എന്നിട്ട് they play the victim card, എന്നിട്ട് നമ്മളെ ഗിൽട്ട് ട്രിപ്പ് ചെയ്യും. എന്നിട്ട് നമുക്ക് തോന്നും ഓക്കെ ഈസ് ഇറ്റ് ബിക്കോസ് ഓഫ് മീ ദേ ഡിഡ് ദാറ്റ്, അങ്ങനെ നമുക്ക് തോന്നുന്ന രീതിയിൽ അവരാക്കിയെടുക്കും. ദേ മാനിപ്പുലേറ്റേഴ്സ്. ദാറ്റ് ഈസ് വെരി ബാഡ്. വി ഹാവ് ടു നോട്ടീസ് ഇറ്റ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഇറ്റ് സെൽഫ് ആൻഡ് മൂവ് ഔട്ട് ഓഫ് ദാറ്റ് റിലേഷൻഷിപ്പ് ഓർ ഫ്രണ്ട്ഷിപ്പ് ഓർ എനിത്തിങ്. ഓക്കെ, സോ ലൈക്ക് ഡോണ്ട് സ്റ്റേ ദർ. യാ.
And the last and the very important thing is that if your no isn't respected, whether it might be emotionally, physically, professionally, that's a serious red flag. Girl, run. That's all I have to say. Okay, no എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റാത്തൊരാളാണ് നമ്മുടെ ഫ്രണ്ട് ഓർ പാർട്ട്ണർ എന്നുണ്ടെങ്കിൽ ഡോണ്ട് സ്റ്റേ ദർ. ഐ എം സെയിങ് ദിസ് ഫോർ റിയൽ. ഡോണ്ട് സ്റ്റേ ദർ. യു ആർ ലൈക്ക് ലിറ്ററലി ruining your life. Okay, don't do that. Stay out of that relationship, stay out of that friendship. Don't do that shit. Okay, so this is what I have to say in this video. This is a short video and thank you for watching. And അടുത്ത ഞാൻ വീഡിയോ എന്തിനെ കുറിച്ച് ഇടണമെന്ന് comment below. And I love you so much guys. Take care and bye bye.